ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് വേ ചാനൽ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗ് എം എസിനെ അവർക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ആരാധകർക്ക് വേണ്ട രീതിയിൽ പ്രസൻറ്റ് ചെയ്തില്ലെങ്കിൽ സിനിമ എത്രത്തോളം കണ്ടന്റ് ഡ്രിവൻ ആണെന്ന് പറഞ്ഞാലും പ്രേക്ഷകർക്ക് അത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്. അത് തന്നെയാണ് ഇപ്പോൾ വരുന്ന ഷോസുകളിൽ റിവ്യൂസുകളിലൊക്കെ വരുന്നത്. എല്ലാവരും സിനിമയിലും കോണ്ടന്റിലും സാറ്റിസ്ഫൈഡ് ആണെങ്കിലും ഒരു പെർഫോമൻസ് വൈസ് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടതാരങ്ങളെ പ്രസന്റ് ചെയ്ത വൈസ് നോക്കുമ്പോൾ പലരും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അറിയാൻ കഴിയുന്നത്. ലാലേട്ടൻ ഇതിലൊരു കേണൽ റഹീം നായക് എന്നൊരു റോളിലാണ് വരുന്നത്. പുള്ളി മമ്മൂക്കയുടെ ഒരു കൂട്ടുകാരനാണ്, സുഹൃത്താണ്, ഒരുമിച്ച് ജോലി ചെയ്തവരാണ്. അങ്ങനത്തെ ഒരു സെറ്റപ്പിലൊക്കെയാണ്. നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പുള്ളി സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. ലാലേട്ടന് കൊടുക്കുന്ന ആ ഒരു ഇൻട്രോ സീൻ അപ്പം തൊട്ടാണ് സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ഒരു ആർപ്പ് വിളിയും കൂലൊക്കെ കുറേ കൂടെ വരുന്നത് അപ്പം തൊട്ടാണ്, സെക്കൻഡ് ഹാഫ് തൊട്ടാണ്. ആ ലാലേട്ടനെ ഇൻട്രോ കഴിഞ്ഞുള്ള ബാക്കി സീനുകളൊക്കെ വരുമ്പം എന്തിനാണ് ലാലേട്ടനെ ചൂസ് ചെയ്തു എന്നുള്ളൊരു ചോദ്യം വരെ വരുന്നുണ്ട്. ഞാൻ തിയേറ്ററിൽ നിന്ന് സിനിമ റിലീസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും മൈക്കിലോ അതോ അവിടെ ഫ്രണ്ട്സുമായിട്ട് എന്തോ പറയുവാണ്, ഇങ്ങനെ നടന്നു പോയപ്പോൾ കേട്ടാൽ മഹേഷ് നാരായണൻ ലാലേട്ടന് കേണൽ റോളാണ് കൊടുത്തത്, ഇത് കേണൽ റോളല്ല, ഇത് കേണൻ റോൾ എന്ന് പറയും. അപ്പം സത്യം പറഞ്ഞാൽ അത് ഒരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് സംസാരിച്ചതാണ് പുള്ളിക്കാരൻ. അങ്ങനെ സംസാരിക്കാൻ ആവശ്യവും ഇല്ലായിരുന്നു. അപ്പൊ ലാലേട്ടൻ എന്തുകൊണ്ടാണ് ഈ റോൾ കൊടുത്തത്? ഇത് എത്ര നല്ലൊരു ഇപ്പം ഈ മമ്മൂക്ക തന്നെ ഈ എക്സ്ക്ലൂസീവ് ചാറ്റ് ഷോയിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു ഇന്റർനാഷണൽ സ്റ്റാർ വേണം, അല്ലെങ്കിൽ ഒരു സൂപ്പർ ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു സ്റ്റാർ വേണം, അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും പോയി വിളിക്കാമോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ മമ്മൂക്കയാണ് സജസ്റ്റ് ചെയ്തെന്ന്, നമുക്കൊരാളിരിക്കുകയല്ലേ, മോഹൻലാൽ ഇരിക്കുകയല്ലേ, ലാലേട്ടൻ ഇരിക്കുകയല്ലേ, ലാൽ ഇരിക്കുകയല്ലേ, നമുക്ക് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പ്രൊജക്റ്റിലേക്ക് ലാലേട്ടൻ വരുന്നു എന്നാണ് ആ ചാറ്റ് ഷോ കണ്ടിട്ട് മനസ്സിലാകുന്നത്. ബട്ട് എന്തുകൊണ്ടാണ് ലാലേട്ടനെ ചൂസ് ചെയ്യുന്നുള്ളതിന് ഉള്ള ഒരു ഏറ്റവും വലിയൊരു ഇതാണ് എളുപ്പമാർഗമായിരുന്നു ഇത്. കാരണം മറ്റൊരു സ്റ്റാറിലേക്ക്, ഒരു ബിഗ് സ്റ്റാറിലേക്ക്, ഒരു ഇന്റർനാഷണൽ സ്റ്റാറിലേക്ക് ഈ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഈ ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ റോള് പറഞ്ഞാൽ ആരും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ലാലേട്ടനെ എങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. ഞാൻ മുമ്പേ പറഞ്ഞു, എൻ്റെ റിവ്യൂ, പാട്രിയോട്ടിൻ്റെ മൂവി റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ലെങ്കിൽ മറക്കാതെ പോയി കണ്ടേക്ക്. ആ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു സ്റ്റാർ ഡ്രിവൻ സിനിമയല്ല, ഇതൊരു കോണ്ടന്റ് ഡ്രിവൻ സിനിമയാണ്. ബട്ട് എന്നിരുന്നാലും കോണ്ടന്റ് ഡ്രിവൻ ആയിരുന്നാലും സ്റ്റാർ ഡ്രിവൻ്റെ അംശങ്ങളും അതിൻ്റെ പ്രസൻസുകളും അതിൻ്റെ സ്ക്രീൻ ഷെയറുകളും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവില്ല എന്നുള്ളൊരു സംസാരം ഞാൻ എൻ്റെ റിവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ വരുന്ന ഒരു ടോക്സിലും വരുന്നത്. ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ ആർക്കും ആയിട്ടില്ല. പ്രത്യേകിച്ചും രണ്ട് ബിഗ് എം എസിന്റെ ഫാൻസുകാർ വരുന്ന ഒരു സിനിമയാണ്. രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമാണ്. ഡോക്യുമെന്ററി ആയിട്ട് എടുക്കാതെ സിനിമയായിട്ട് എടുക്കാൻ അറിയില്ല എന്നുള്ള ഒരു ട്രോളുകളും വരുന്നുണ്ട്. ലാലേട്ടനെ ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, ലാലേട്ടനെ കൊന്നുകളയാണ്. അതാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് അതൊരു ഇമോഷണലി അറ്റാച്ച് ചെയ്യാൻ വരുന്നുണ്ട്. ബട്ട് എന്നിരുന്നാലും ആ സീൻ എന്തിനാണ്? അല്ലെങ്കിൽ ലാലേട്ടൻ ആ സീനിൽ അവരെ ഈ വില്ലന്മാര് കൊന്നിട്ട് ലാലേട്ടൻ രക്ഷപ്പെട്ടു പോകുന്ന ഒരു മാസ് സീൻ എടുത്തെങ്കിൽ അവിടെ ഒരു ഹൈ മൊമെന്റ്സ്, അവിടെ ഒരു ക്ലാപ്പ് സീനും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ. ബട്ട് ലാലേട്ടൻ അവിടെ കൊല്ലുകയാണ്. എന്നിട്ട് ലാലേട്ടന് വേണ്ടിയിട്ട് ഒരു സ്റ്റാച്ചു അല്ലെങ്കിൽ ലാലേട്ടൻ ഒരു പട്ടാളക്കാരനാണ്, ലാലേട്ടന് അതിൻ്റെ റെസ്പെക്റ്റോടെ അടക്കണമെന്നൊക്കെ പറഞ്ഞ് അതിനൊരു സംസാരം. ഫുള്ളി ആ ഒരു സമയങ്ങളിൽ വരുന്ന ആ ഒരു ഷിറ്റി സ്ക്രിപ്റ്റാണ്. അതായത് എന്തിനാണ് ആ സീന്, അല്ലെങ്കിൽ ആ സീനിൽ ലാലേട്ടൻ തന്നെ അവരെ അടിച്ച് വിട്ടിട്ട് പോകുന്ന ഒരു സീനാണെങ്കിൽ പിന്നെ ഒരു ഹൈ മൊമെന്റ് വന്നെങ്കിൽ, പിന്നെയും എല്ലാവരും കാണാൻ ഒരു ഇൻട്രസ്റ്റ് വന്നെങ്കിൽ, പിന്നെ അവിടെ ഒരു മാസ് എലമെന്റ് ക്രിയേറ്റ് ആയെങ്കിൽ, പിന്നെ അവിടെ ഒരു എലവേഷൻ സീന് ഫോം ആയെങ്കിൽ. ബട്ട് ഇതൊന്നും അവിടെ നടക്കുന്നില്ല. ലാലേട്ടനെ കൊന്നപ്പോൾ തന്നെ സത്യം പറഞ്ഞ് കുറച്ചുപേരൊക്കെ അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. കാരണം ആ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു. അങ്ങനെ എന്തിനാണ് ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ആ സീൻ അത്രമാത്രം വീക്കായിട്ടുണ്ട് ആ സീൻ. അപ്പോൾ ആ സീനിൽ ലാലേട്ടനെ കൊന്നുകളയുകയാണ്. ലാലേട്ടൻ, അതായത് രണ്ട് സൂപ്പർ സ്റ്റാർസ് വരുന്നു, അതൊരു സൂപ്പർ സ്റ്റാർസിനെ കൊന്നുകളയുന്നു. ഇത്രയും ബഡ്ജറ്റിൽ എടുക്കുന്ന ഒരു സിനിമ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ബിഗ് എം എസിനെ കിട്ടുമ്പോൾ അവരെ വെച്ച് പൊലിപ്പിക്കാതെ ആ ഒരു ആളിനെ കൊന്നുകളയുക, അല്ലെങ്കിൽ അതുമായിട്ട് പടം മുഴുവിപ്പിക്കാതെ തീർത്ത് കളയുന്നൊക്കെ പറയുമ്പം സത്യം പറഞ്ഞ ഒരു മോശം ഒപ്പീനിയൻ തന്നെയാണ് ഇത്. കാരണം കോണ്ടന്റ് ഡ്രിവൻ ആയാലും നിങ്ങൾക്ക് അത്രയും വലിയ സ്റ്റാർ വരെയല്ലേ, അപ്പോൾ അതൊന്ന് തീർത്ത് കളയാമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സീന് മാറ്റാമായിരുന്നു. അല്ലെങ്കിൽ ലാലേട്ടൻ മറഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ ലാലേട്ടൻ ഇനി വരുമെന്ന് പറഞ്ഞു പോകുന്നതോ അങ്ങനത്തെ സെറ്റപ്പ് പോലെ ഉണ്ടാക്കായിരുന്നു. ഇത് ലാലേട്ടനെ കൊന്നു കളയാണ്. അപ്പോഴേക്കും തന്നെ എല്ലാവർക്കും
ആകപ്പാടെ ഒരു മുഷിപ്പായി ആ ഒരു സിറ്റുവേഷൻ. കാരണം ലാലേട്ടൻ പരമാവധി പേര് ലാലേട്ടനെ പറഞ്ഞ് വന്നവരും ഉണ്ട്, ലാലേട്ടൻ ഇൻട്രസ്റ്റ് ആയിട്ട് കാണുന്നവരും ഉണ്ട്. അപ്പോൾ അവർക്ക് സാറ്റിസ്ഫൈ ഉള്ള സീൻസോ കാര്യങ്ങളോ ഇല്ല, അല്ലെങ്കിൽ ആ ഒരു എല്ലാം ആ ഒരു പ്രത്യേകിച്ച് ഇല്ല. പിന്നെ തുടക്കത്തിൽ ലാലേട്ടൻ്റെ ആ ഒരു 2 സ്റ്റെൻഡൊക്കെ വന്നപ്പോൾ എല്ലാവരും ഹാപ്പി മൊമെന്റ്സ് ഒക്കെ ആയി. മൊത്തത്തിൽ തന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴാണ് മനസ്സിലായത് ലാലേട്ടൻ്റെ ആ ഒരു വാല്യൂ. ലാലേട്ടൻ അല്ലാതെ ഈ ഒരു റോള് വേറെ ആരും ചൂസ് ചെയ്യില്ല. കാരണം ഇത്രയും ഷിറ്റി റോള്, ഒരാവശ്യവും ഇല്ലാത്ത റോള്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ മമ്മൂക്കയോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് ഈ സീൻ അല്ലെങ്കിൽ ഈ റോൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. കാരണം ആ സീന് കണ്ടാൽ മനസ്സിലാവും ഒരു വാല്യൂ ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് കൊടുത്തത്. എന്ന് വെച്ചാൽ ആ ഒരു തുടക്കം കാണുമ്പോൾ നമുക്ക് ആ സീന് ലാലേട്ടന് അങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടർ വരാൻ പോവുകയാണ്. പക്ഷെ കണ്ട് വരുമ്പോഴേക്കും ആ സീൻ വൈസ് എന്താണ് അവർ ചെയ്യുന്നതെന്ന് ഒരു പിടിയില്ല. അതിന് ക്ലൈമാക്സ് ലാലേട്ടന് തീർത്ത് കളയുമ്പോൾ ഉള്ളത് ചിന്തിക്കാനേ പറ്റുന്നില്ല. എങ്ങനെയാണ് മഹേഷ് നാരായണൻ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് മൈൻഡിലൂടെ കടന്നുപോയെന്ന് ആലോചിക്കുമ്പോഴാണ് സത്യം പറഞ്ഞ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഓഡിയൻസ് എന്ന നിലയിൽ എനിക്ക് ടെൻഷനാകുന്നു. ടോട്ടലി ഞാൻ പടം കണ്ടു, വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പടം തന്നെയാണ്. പാട്രിയോക്ക് കോണ്ടന്റും വരുന്നുണ്ട്. ബട്ട് എന്നിരുന്നാലും ആ ഒരു വലിയൊരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നായകന്മാർക്കുള്ള ഞാൻ പറഞ്ഞില്ല മുമ്പേ പറഞ്ഞ എത്ര കോണ്ടന്റ് ഡ്രിവൻ ആയിരുന്നാലും നായകന്മാർക്കുള്ള ഒരു മാസ് സാധനങ്ങളൊക്കെ കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ അത് പാടായിരിക്കും, എന്താവുമെന്ന് അറിയില്ല, കണ്ടറിയാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പൊ നടക്കുന്നത്. കാരണം ലാലേട്ടനെ കൊണ്ടുവരിക, ലാലേട്ടന് വേണ്ടതായ ഒരു പോർഷൻസോ വേണ്ടതായ ഒരു മാസ് എലമെന്റ്സോ ഹൈ മൊമെന്റ്സോ എലവേഷൻ സീൻസോ ഫോം ചെയ്യാതിരിക്കുക, എന്നിട്ട് ലാലേട്ടനെ കൊന്നു കളയുക. അപ്പൊ പിന്നെ എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. മൊത്തത്തിൽ ലാലേട്ടനെ ഊക്കാനുള്ള ഒരു വകയൊക്കെയാണ് മഹേഷ് നാരായണൻ ഇട്ടുകൊടുത്തത്. ലാലേട്ടനെ എയറിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് മഹേഷ് നാരായണൻ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാലും ഈ സിനിമയിൽ ലാലേട്ടൻ എന്നൊരു പോർഷൻ, ലാലേട്ടൻ ഒരു ക്യാരക്ടർ റോൾ എക്സിക്യൂഷൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, ലാലേട്ടനെ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സീൻ അല്ലെങ്കിൽ ഈ ക്യാരക്ടർ മറ്റൊരു സൂപ്പർ സ്റ്റാറും ചെയ്യില്ല. എനിക്ക് ഉറപ്പാണ് ഇത് മമ്മൂക്കയോടുള്ള വിശ്വാസത്തിൽ മമ്മൂക്കയോടുള്ള ഇഷ്ടത്തിലാണ് ലാലേട്ടൻ ചെയ്തത്. അതിൽ വേറെ സംശയമൊന്നുമില്ല. കാരണം മമ്മൂക്കയെ ലാലേട്ടൻ ചെയ്ത ഈ റോള് കാണുമ്പോഴേ മനസ്സിലാവും എൻ്റെ പൊന്നോ എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറിന് വേണ്ടിയിട്ടാണ്, അതിലെ വെണ്ടയ്ക്ക വെന്തരിഞ്ഞു പോയതുപോലെ ആയിരുന്നു ലാലേട്ടൻ്റെ ഈ ക്യാരക്ടർ റോൾ. തുടക്കം ആ ഗംഭീരമായിട്ട് വന്നിട്ട് ആ ഒരു ഒടുക്കത്തെ എക്സിക്യൂഷൻ, ആ റൈറ്റിംഗ് അപ്പാടെ തീർന്നു പോയി. എന്ത് പറയണമെന്നില്ല, ലാലേട്ടനെ തകർത്ത് കളഞ്ഞു.